ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി വേഗത്തിൽ ചെയ്ത പ്രവൃത്തികളെ ഇന്നു പകൽ നാം വീണ്ടും തിരുവചന വെളിച്ചത്തിൽ ധ്യാനിക്കാൻ പോവുകയാണ്. ഈ ദൈവപ്രവൃത്തി നാം കാണുന്നത് സങ്കീർത്തനങ്ങൾ 81 ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി വേഗത്തിൽ ചെയ്യുന്ന പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ പരിശുദ്ധാത്മാവ് നമുക്കൊരാലോചന തരികയാണ്. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തു എങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ അവരുടെ ശത്രുക്കളെ വേഗത്തിൽ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. അവരുടെ ശുഭകാലം എന്നേക്ക് നിൽക്കുമായിരുന്നു. മേത്തരമായ ഗോതമ്പ് കൊണ്ട് ഞാൻ അവരെ പോഷിപ്പിക്കുമായിരുന്നു. പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് ഞാൻ അവർക്ക് തൃപ്തി വരുത്തുമായിരുന്നു. പെട്ടെന്നൊരു ദൈവപ്രവൃത്തി, വേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യും. തിരുവചനം പറയുന്നു, അങ്ങനെ ഒരു പ്രവൃത്തി കാണണമെങ്കിൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ നടന്നാൽ, അങ്ങനെ എൻ്റെ വാക്ക് കേട്ടാൽ ഞാൻ വേഗത്തിൽ ശത്രുവിനെ കീഴടക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പോരാട്ടമുള്ളത് മാംസരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ആത്മമണ്ഡലത്തിലാണ്, അന്ധകാര ശക്തികളോടാണ്, ദുഷ്ടാത്മസേനയോടാണ്. യേശു പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കുമെന്നാണ്. യേശു എല്ലാവരെയും സ്നേഹിച്ചു. എന്നാൽ യേശുവിനൊരു പോരാട്ടം ഉണ്ടായിരുന്നു, അത് പിശാചിനോടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഒരു യുദ്ധമുണ്ട്. അത് മനുഷ്യരോടല്ല, പിശാചിനോടാണ്. പ്രിയപ്പെട്ടവരെ, ശത്രു നിങ്ങളെ ഞെരുക്കുന്ന ഈ പകൽ, നിങ്ങളുടെ നന്മകളെ കവർന്നെടുക്കുന്ന ഈ പകൽ, നിങ്ങളുടെ കുടുംബങ്ങളെ തകർക്കുന്ന ഈ പകൽ, പരിശുദ്ധാത്മാവ് പറയുന്ന ആലോചനയോട് പ്രതികരിക്കണം. വേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. എന്താണ് ആ ദൈവശബ്ദം? ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണം. ദൈവത്തിൻ്റെ ശബ്ദത്തിൽ ആശ്വാസവചനമുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദത്തിൽ വാഗ്ദത്ത വചനമുണ്ട്. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ ശബ്ദത്തിൽ അനുസരണത്തിൻ്റെ വചനമുണ്ട്. എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ വഴി വിശുദ്ധമാണ്. ഈ ലോകപ്രകാരം ജീവിച്ചിട്ട്, ഈ ലോകത്തോട് കോംപ്രമൈസ് ചെയ്തിട്ട്, പാപത്തിൻ്റെ വഴികളിൽ സഞ്ചരിച്ചിട്ട്, ഈ ലോകത്തോട് വേർപെടാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച് വേഗത്തിനൊരു മറുപടി എന്താ വരാത്തതെന്ന് ചോദിക്കരുത്. നമ്മുടെ എല്ലാ നന്മകളുടെയും അടിസ്ഥാനം വചനമാണ്. ദൈവമാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. വചന വ്യവസ്ഥയ്ക്കകത്ത് വേഗത്തിലൊരു മറുപടി വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് മുതൽ ഉറപ്പ് തരികയാണ്. നീ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ, മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ നീ ദേശത്തിലെ നന്മ അനുഭവിക്കും. മത്സരിച്ചാൽ വാളിനിരയായിത്തീരും. നമുക്കറിയാം, ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ അത് നാശമാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ഇരുട്ട് നമ്മെ വന്ന് മൂടാൻ അധിക സമയം വേണ്ട. ഇരുളിൻ്റെ ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഇന്ന് പകൽ അത് നിന്നെ തൊടാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം വേഗത്തിൽ നമുക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകളുടെ വഴികളിൽ അനുസരണത്തോടെ നടക്കുക, വിശുദ്ധിയോടെ നടക്കുക. ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്കായി വെളിപ്പെട്ടു വരുന്നു. വേഗത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.